കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ പ്രഭാതത്തിൽ ഒരു തിരുവചന ചിന്തയിലേക്ക് ഞാൻ കടക്കുന്നു. സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും, സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭാപ്രസംഗി 3-ാം അധ്യായം നമ്മൾ ശ്രദ്ധിക്കുന്നത് കാലങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്, അല്ലേ? നമുക്കറിയാം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന സമയത്ത് എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഓരോന്നിനും ഓരോ കാലങ്ങൾ, അല്ലേ? ഇടിച്ചു കളയുവാനൊരു കാലം, പണിയുവാനൊരു കാലം, കരയുവാനൊരു കാലം, ചിരിക്കുവാനൊരു കാലം, വിലപിക്കുവാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, ഇങ്ങനെ കാലങ്ങൾ, പല കാലങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഓരോന്നിനും ഓരോ കാലമുണ്ട് എന്ന് നമ്മൾ നിശ്ചയമായിട്ട് തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. സ്തോത്രം. ഇവിടെ അതിനെ തുടർന്ന് വരുന്ന ചിന്തകൾക്കകത്ത് നിന്ന് തന്നെ പറയുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ മനസ്സിൽ. സഭാപ്രസംഗി ചിന്തിക്കുകയാണ്, അല്ലേ? ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും. അപ്പം ദൈവം നീതിമാനെയും ന്യായം വിധിക്കും, ദുഷ്ടനും ന്യായമായ വിധിയുണ്ട്. സ്തോത്രം. രണ്ടിൻ്റെയും പ്രതിഫലങ്ങൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ന്യായം വിധിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ന്യായമായി വിധിക്കുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. ന്യായം വിധിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഈ ന്യായവിധി എന്നുള്ള വാക്കിനകത്ത് നമ്മൾ പലരും നെഗറ്റീവ് സെൻസോടെ കാണാറുണ്ട്. അത് ശിക്ഷയ്ക്കുള്ള നടപടിയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ന്യായവിധി എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം, ആ വാക്കിൽ തന്നെ അതുണ്ട്, ന്യായമായി വിധിക്കുന്ന. അപ്പം നീതിമാന്റെ പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള വിധി ഉണ്ടാകും, അതുപോലെ ദുഷ്ടന്റെ പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള വിധി ഉണ്ടാകും. ആദ്യമെങ്കിൽ ഏതേൻ തോട്ടത്തിനകത്ത് ആദാമിന്റെ മക്കളായിരുന്ന സ്തോത്ര കയീനും ഹാബേലും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ പോയി. ആർക്കായിരുന്നു പ്രതിഫലം? കയ്യിന്റെ ആരാധനയ്ക്കുള്ള ഫലം ദൈവം അവന് കൊടുത്തു. അതാണ് വിധി എന്ന് പറയുന്നത്. അല്ല, ഹാബേലിന്റെ ആരാധനയ്ക്കുള്ള, ഇല്ലെങ്കിൽ അവന്റെ മനോനിലവാരം അനുസരിച്ചുള്ള പ്രതിഫലത്തെ ദൈവം കൊടുത്തു. അതിന്റെ അർത്ഥം ദുഷ്ടനെയും അപ്പോൾ തന്നെ നീതിമാനെയും ന്യായം വിധിക്കുന്നവനാണ് ദൈവം എന്ന് നമ്മൾ നിശ്ചയമായിട്ട് തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ച്. അത് ആഴമേറിയ ഒരു ചിന്തയാണ്. എല്ലാ പ്രവൃത്തികൾക്കും ഒരു കാലമുണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിനും ഒരു കാലമുണ്ട്. ചിലത് നടക്കാൻ ഒരു കാലമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും വിവാഹത്തിനൊരു കാലമുണ്ട്, വീട് പണിയാനൊരു കാലമുണ്ട്. സ്തോത്രം. പല പ്രവൃത്തികൾക്കായിട്ട് പല ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ട് പലതും നടക്കാതിരിക്കുന്ന വിഷയങ്ങളുണ്ട്, അല്ലേ? ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, പലപ്പോഴും ശ്രമിച്ചിട്ട് നടക്കാത്ത ചില പ്രവൃത്തികൾ, ശ്രമിച്ചിട്ട് സംഭവിക്കാത്ത ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. അല്ല, നിന്റെ പ്രവൃത്തികൾക്ക്, നിന്റെ പ്രവൃത്തികളുടെ ഫലത്തിന് കാലമായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഇത് നമ്മുടെ കാലമാണ്. ഇത് നമ്മുടെ പ്രവൃത്തികളുടെ കാലമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുലങ്ങൾ വെളിപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു കാലമാണ്. ആ കാലത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടെത്തിപ്പാൻ തക്കവണ്ണം ഇടവരും. അതിനായിട്ട് സ്വർഗം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചടങ്ങടിയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി ഈ സന്ദേശം മാറുവാൻ സ്വർഗം ഇടവരുത്തി സഹായിക്കുന്നു. കൂടെ ഇരിക്കും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.